Hello dear students, welcome to Political Science class. We must study the chapter name 12, Supreme Court of India. Next class we must study about the legislature or Indian Parliament. In this chapter we must study about different houses of Indian Parliament and what are the important functions of a parliament. Now we must study the Indian Supreme Court. The Supreme Court is known as the highest court of India and it is the apex of the Indian judicial system. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി എന്ന് പറയുന്നത്. അത് ഇന്ത്യയുടെ ഏറ്റവും അപെക്സ് കോർട്ട് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ പരമോന്നത കോടതിയായി പ്രവർത്തിക്കുന്ന സുപ്രീം കോടതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണപരമായ പ്രവർത്തനങ്ങളിൽ അറിയപ്പെടുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഓർഗനാണ്. എന്നാൽ നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്ന സിസ്റ്റത്തിന് പ്രധാനമായും 3 ഓർഗൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ആ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ് ഇന്ത്യയുടെ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. So in this chapter we must study about the topic related with the Supreme Court of India and the powers and functions of Supreme Court of India. Indian judicial system is known as a single, unified and integrated judicial system. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജുഡീഷ്യൽ സമ്പ്രദായത്തെ നമ്മൾ അറിയപ്പെടുന്നത് സിംഗിൾ, യൂണിഫൈഡ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. This is the one of the important salient features of Indian Constitution. ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി അറിയപ്പെടുന്നതും ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് സിംഗിൾ, യൂണിഫൈഡ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം എന്നുള്ളതാണ്. That means we must see the Indian judicial system on the basis of a hierarchical. ഒരു ശ്രേണിബദ്ധമായി നിലനിൽക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ ജുഡീഷ്യൽ സമ്പ്രദായം. അതിൽ ഏറ്റവും മുകളിലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, നെക്സ്റ്റ് വൺ സ്റ്റേറ്റ് ഹൈക്കോർട്സ് ആൻഡ് സബോർഡിനേറ്റ്സ് കോർട്സ് ഓർ ലോവർ കോർട്സ്. ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന സുപ്രീം കോടതിയും അതിന്റെ താഴെയായി കാണപ്പെടുന്ന ഹൈക്കോടതികളും കീഴ്ക്കോടതികളും ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ ജുഡീഷ്യൽ സമ്പ്രദായം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഹൈറാർക്കിക്കൽ ശ്രേണിയിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇന്റഗ്രേറ്റഡ് സിംഗിൾ ജുഡീഷ്യൽ സിസ്റ്റം എന്ന പേരിലും ഇന്ത്യൻ സുപ്രീം കോർട്ടിന്റെയും അതർ കോർട്സിന്റെയും ഫങ്ഷൻസും ഉൾപ്പെടുന്നു. Next we must read the next topic related with the Supreme Court of India. The Supreme Court is the highest judicial authority of India. It consisted of the Chief Justice and 25 other judges. The Parliament may have increased the number of judges if it deems necessary. To begin with, beside the Supreme Chief Justice, there are only 7 other judges. But the Parliament has increased the number of judges from that time to time. As in 2005, there are 25 judges beside the Chief Justice, who is called the Chief Justice of India. അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതിയായ സുപ്രീം കോടതി ഉൾക്കൊള്ളുന്നത് 25 ജഡ്ജിമാരും അതുകൂടാതെ ഇന്ത്യയുടെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസും കൂടി ചേർന്നിട്ടാണ്. ഇന്ത്യൻ പാർലമെന്റിന് ജഡ്ജിമാരുടെ എണ്ണത്തിൽ വർധനവ് വരുത്താനായിട്ട് സാധ്യമാണ്. ഇന്ത്യൻ സുപ്രീം കോടതി രൂപീകരിച്ച സമയത്ത് ഇന്ത്യയിൽ ചീഫ് ജസ്റ്റിസും കൂടാതെ 7 ജഡ്ജിമാരും മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പാർലമെന്റ് കാലാകാലങ്ങളിൽ നമ്പർ ഓഫ് ജഡ്ജസിന്റെ എണ്ണത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. 2005 25 ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസും ഉൾപ്പെടുന്ന ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ജഡ്ജസിന്റെ നമ്പേഴ്സില് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരെ ആരാണ് നിയമിക്കുന്നത്, എപ്രകാരമാണ് നിയമിക്കുന്നത് എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത്. The Chief Justice and other judges of the Supreme Courts are appointed by the President of India.
ഇന്ത്യയിലെ ജഡ്ജിമാരെയും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും നിയമിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ നിർദ്ദേശപ്രകാരം നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കുന്നത്. While appointing the chief justice, the president is constitutionally required in consult such other judges of the Supreme Court as the deems proper by, but outgoing chief justice is always consulted. Normally, the senior most judge of the Supreme Court is appointed as the chief justice of India. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതനായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഏറ്റവും സീനിയർ ആയി നിലനിൽക്കുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജിയെ ആയിരിക്കും. Whenever there is a vacancy or a likely vacancy in the Supreme Court, the Chief Justice and 4 other senior most judges consider various names and recommend the names of the person to be appointed as judges of the Supreme Court. This system is based on the ruling of the constitutional bench of Supreme Court. അതായത് എപ്പോഴാണോ വേക്കൻസി സുപ്രീം കോടതിയിൽ ഉണ്ടാകുന്നത് അപ്പോൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ചീഫ് ജസ്റ്റിസും മറ്റു 4 സീനിയർ ജഡ്ജസിന്റെയും അടിസ്ഥാനത്തിൽ അവർ പറയുന്ന നാമനിർദ്ദേശത്തിനനുസരിച്ചായിരിക്കും ഒരു പുതിയ വ്യക്തിയെ സുപ്രീം കോടതിയുടെ ജഡ്ജിയായിട്ടോ അല്ലെങ്കിൽ ജഡ്ജസ് ആയിട്ടോ നിയമിക്കപ്പെടുന്നത്. ഇനി വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് ക്വാളിഫിക്കേഷൻ ആൻഡ് ടെനർ ആൻഡ് റിമൂവൽ ഓഫ് ജഡ്ജസ്. ഇന്ത്യയിലെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടേണ്ട ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട യോഗ്യതകൾ എന്താണ്, അവരുടെ കാലാവധി എത്രമാത്രമായിരിക്കും, അവരെ എപ്രകാരം നമുക്ക് ആ സ്ഥാനത്ത് നിന്നും റിമൂവ് ചെയ്യാം. A person is qualified for appointment as a judge only he or she is a citizen of India. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി എപ്പോഴും ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. ഹി ഓർ ഷീ ഏതൊരു വ്യക്തിയാണോ സുപ്രീം കോടതിയുടെ ജഡ്ജിയായിട്ടോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ജഡ്ജസ് ആയിട്ടോ നിയമിക്കപ്പെടുന്നത് അവർ ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. ഹി ഓർ ഷീ ഹാസ് ബീൻ ഫോർ അറ്റ്ലീസ്റ്റ് 5 years a judge of a high court or a 2 or more than 2 such courts. ഏകദേശം 5 വർഷക്കാലം ഹൈക്കോടതിയിലെ ജഡ്ജിയായിട്ട് പ്രവർത്തിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഹൈക്കോടതികളിലെ ജഡ്ജസ് ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കാണ് എന്തിനധികാരമുള്ളൂ, സുപ്രീം കോടതിയുടെ ജഡ്ജിമാരായിട്ട് നിയമിക്കാൻ യോഗ്യതയുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, ഷീ ഓർ ഷീ ഹാസ് ബീൻ at least 10 years an advocate of a high court or 2 or more than 2 such courts. ഒന്നെങ്കിൽ 10 വർഷക്കാലം ഏതെങ്കിലും ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റായി പ്രവർത്തിച്ചിരിക്കുന്ന വ്യക്തികൾക്കും എന്തായി പ്രവർത്തിക്കാനുള്ള അധികാരം ലഭ്യമാണ്, ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ ജഡ്ജസ് ആയിട്ട് നിയമിതരാകാനുള്ള യോഗ്യത ഉണ്ടായിരിക്കും. The Chief Justice of India and other judges of the Supreme Court hold office till they attain at the age of 65 years. ഇനിയും അവരുടെ വിരമിക്കുന്ന കാലാവധിയാണ് പറയുന്നത്, അല്ലെങ്കിൽ ടെനർ എന്ന് പറയുന്നത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെയും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇന്ത്യയുടെ ഹൈക്കോടതി ജഡ്ജിമാരുടെയും ഒക്കെ കാലാവധി എന്ന് പറയുന്നത് at the age of 65 years ആണ്. A judge may voluntarily resign before expiry of his term. In exceptional cases, a Supreme Court judges may be removed before the age of retirement according to the procedure laid down in the Constitution. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എത്ര വർഷമാണ് കാലാവധി എന്നുള്ളത് പറഞ്ഞു, 65 വയസ്സാണ് അദ്ദേഹത്തിന്. അതിനു മുമ്പ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, സ്വയം റിട്ടയർ ചെയ്യാനുള്ള അധികാരമുണ്ട്. എക്സെപ്ഷണൽ കേസസ് ആണെങ്കിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനാപരമായ നിയമങ്ങൾക്ക് അനുസൃതമായി ആ വ്യക്തിയെ നീക്കം ചെയ്യാനുള്ള അധികാരമുണ്ട്. Thus, the judge of the Supreme Court can be removed from office by an order of the President passed after an address by the each house of the Parliament supported by majority of total membership of the House and not less than 2/3 majority of the members of the House present and voting passed in the same session has been presented to the President for such removal of the ground of proved misbehavior or capacity. ഇനിയും ഏതെങ്കിലും കാരണവശാൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയോ നീക്കം ചെയ്യണമെങ്കിൽ
പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസാക്കുന്ന നിയമത്തിന് അനുസൃതമായിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നീക്കം ചെയ്യണമെങ്കിൽ പാർലമെന്റിന്റെ ഇരുസഭകളിൽ നിന്നും 2/3 മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന വോട്ടിംഗ് പ്രസന്റേഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രസിഡന്റിന് ആ വ്യക്തിയെ, അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയോ ജഡ്ജിമാരെയോ ആ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാനായിട്ട് സാധിക്കുക. ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഇംപീച്ച്മെന്റ് എന്ന പേരിലാണ്, റിമൂവൽ ഓഫ് ദ കോഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ സുപ്രീം കോടതി എന്നത് എ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. The Supreme Court is known as a court of record. It has two implications. All its decisions and judgments are cited as precedents in all courts of the country. They have the force of law and binding all other lower courts and indeed the high courts. സുപ്രീം കോടതി എന്ന് പറയുന്നത് നമ്മുടെ കോർട്ട് ഓഫ് റെക്കോർഡ്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതിൽ 2 ഇംപ്ലിക്കേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ദാറ്റ് മീൻസ് all its decisions and judgments are cited as a precedents in the courts of the country. നമ്മുടെ രാജ്യത്തിന് വേണ്ട എല്ലാ നിയമങ്ങളും ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ നിയമങ്ങളെയെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ഭാഗമായി നിവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. ഇനിയും another important question related with the Indian Supreme Court is the jurisdiction of the Supreme Court. സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്തെല്ലാം? The Supreme Court has 3 types of jurisdiction, namely original, appellate and advisory. 3 പ്രധാനപ്പെട്ട അധികാരങ്ങളാണ് സുപ്രീം കോടതിക്കുള്ളത്: ഒറിജിനൽ, ആൻഡ് അപ്പീലേറ്റ് ആൻഡ് അഡ്വൈസറി. തനതധികാരം എന്നാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഉത്ഭവാധികാരം എന്ന പേരിലും അറിയപ്പെടുന്നു. രണ്ടാമത് പറയുന്നത് അപ്പീൽ അധികാരം എന്നുള്ളതാണ്. മൂന്നാമത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്നുള്ളതാണ്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തു കേസാണോ ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും നമ്മുടെ സുപ്രീം കോടതിയിൽ തന്നെയാണ്. ആ സുപ്രീം കോടതിയാണ് അതിന്റെ ഫൈനൽ ഡിസിഷനും എടുക്കുന്നതും നമ്മുടെ സുപ്രീം കോടതിയിലാണ്. There are certain cases which fall within the exclusive jurisdiction of the Supreme Court. It means that all such cases begin or originate in the Supreme Court only. It is also means that such cases cannot be initiated in any other courts. That means the first example is the dispute between the government of India on the one side and one and more other states on the other side. Another one, dispute between the government of India on one or more states on the one side and one or more states on the other side. Dispute between 2 or more states. Fundamental rights. Cases under public interest litigation etc. are included in the original jurisdiction of a Supreme Court. സുപ്രീം കോടതിയുടെ അധികാരങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറയുന്നതാണ് ഉത്ഭവാധികാരം. ഉത്ഭവാധികാരം എന്നതുകൊണ്ട് ഏതൊരു കേസിന്റെയും ആരംഭവും അതിന്റെ ലാസ്റ്റ് എൻഡിങ് എന്ന് പറയുന്നതും അവസാനം എന്ന് പറയുന്നതും സുപ്രീം കോടതിയിൽ തന്നെ പൂർത്തീകരിക്കപ്പെടേണ്ടതാണ്. അതിന് നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളെ സംബന്ധിച്ചുണ്ടാകുന്നത്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജികളുമായി സംബന്ധിച്ചുണ്ടാകുന്നത്. സംസ്ഥാനങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അധികാരത്തിന്റെ ഭാഗമാണ്. സെക്കൻഡ് ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ അധികാരം എന്ന് പറയുന്നത് അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ ആണ്. അപ്പീൽ അധികാരം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. The power of a superior or higher court to hear and decide appeals against the judgment of the lower court is called appellate jurisdiction. താഴെയുള്ള കോടതികളിൽ നടക്കുന്ന തീരുമാനങ്ങളെ മുകൾ കോടതിയിലേക്ക് നീക്കം ചെയ്തുകൊണ്ട് അതിൽ തീരുമാനങ്ങൾ എടുക്കാനും അതിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുമുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തിന് പറയുന്ന പേരാണ് അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. The Supreme Court has vast appellate jurisdiction. It hears appeals against the judgment of the high courts. Thus, it is the highest and final court of appeal. ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കോടതിയായ സുപ്രീം കോടതിയാണ് അപ്പീൽ അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട കോടതിയായിട്ട് അറിയപ്പെടുന്നത്. അങ്ങനെ 2 തരത്തിലുള്ള അപ്പീൽ കേസുകളാണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ എത്തിച്ചേരുന്നത്.
The appeals can be filled in civil and criminal and constitutional cases. അപ്പീൽ അധികാരങ്ങളിൽ ഏറ്റവും ഒന്നാമതായി വരുന്നത് അപ്പീൽസ് ഇൻ സിവിൽ കേസസ് ആണ് വരുന്നത്. ഉദാഹരണമായി പ്രോപ്പർട്ടി കേസസ്, മാരേജ്, മണി, കോൺട്രാക്ട് ആൻഡ് സർവീസസ് എക്സെട്രാ ആർ കോൾഡ് സിവിൽ കേസസ് മസ്റ്റ് ബി ഗോയിങ് ടു ഓൺ ദ ബേസിസ് ഓഫ് അപ്പീൽസ് ഇൻ സിവിൽ കേസസ്. ആൻഡ് അനദർ വൺ ഈസ് നോൺ ആസ് ദ അപ്പീൽസ് ഇൻ ക്രിമിനൽ കേസസ് ആണ്. ക്രിമിനൽ കാര്യങ്ങളെ സംബന്ധിച്ച്, കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എത്തിച്ചേരുന്നത് സുപ്രീം കോടതിയുടെ ഭാഗമായി നിലനിൽക്കുന്ന അപ്പീൽസ് ഇൻ ക്രിമിനൽ കേസസിന്റെ ഭാഗമാണ്. ഇനിയും തേർഡ്ലി നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പീൽസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കേസസ് ആണ്. ഭരണഘടനാപരമായ കാര്യങ്ങളിലും അപ്പീലുകൾ കേൾക്കാനായിട്ട് സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. A constitutional case is neither a civil dispute nor concerning a crime. It is a case arising out of the different interpretation of Constitution, mainly regarding the fundamental rights. In such constitutional cases, an appeal can be taken to the Supreme Court only if a High Court certifies that the matter is dispute involved a substantial question of law. ഭരണഘടനാപരമായ കാര്യങ്ങളെ സംബന്ധിച്ച്, ഉദാഹരണമായി ഏതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന കേസസ് ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളിൽ അപ്പീലുകൾ സ്വീകരിച്ചുകൊണ്ട് നടപ്പിലാക്കാനുള്ള അധികാരം സുപ്രീം കോടതിയിൽ നിക്ഷിപ്തമാണ്. The third and important functions of the Supreme Court is known as the advisory jurisdiction. ഉപദേശാധികാരം എന്നതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട അധികാരമായിട്ട് അറിയപ്പെടുന്നത്. ദിസ് പവർ ഇംപ്ലൈസ് കോർട്സ് റൈറ്റ് ടു ഗിവ് അഡ്വൈസ്. ഇവിടെ സുപ്രീം കോടതിക്ക് ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട ഒരു അധികാരമാണ് ഉപദേശം നൽകുക എന്ന് പറയുന്നത്. Under advisory jurisdiction, the President of India may refer any question of law or public importance to Supreme Court for its advice. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? ഉപദേശം നേടാനുള്ള അധികാരം ഉണ്ടായിരിക്കും. But the Supreme Court is not bound to give advice. In case the advice for the opinion of the court is sent to President, he may or may not accept it. പ്രസിഡന്റിന് പറയുന്ന ഉപദേശത്തെ സ്വീകരിക്കാനും നിരസ്കരിക്കാനുള്ള അധികാരമുണ്ട്. പ്രസിഡന്റ് ആവശ്യപ്പെടുന്ന കാര്യഘട്ടങ്ങളിൽ മാത്രമാണ് സുപ്രീം കോടതിക്ക് അദ്ദേഹത്തിന് അധികാരം നൽകാനുള്ള, ഉപദേശം നൽകാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. And the next topic related with the guardian of the Constitution. Indian Supreme Court is considered as the guardian of the Constitution. The Constitution of India is the supreme law of the land and the Supreme Court is the interpreter and guardian. It does not now allow the execute the Parliament to violate any provision of the Constitution. It can also review any action of the government which allegedly violates any provision of the fundamental rights. This power of the Supreme Court is called judicial review. ഇന്ത്യൻ ഭരണഘടനയുടെ ഗാർഡിയൻ, സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് സുപ്രീം കോടതി തന്നെയാണ്. ദാറ്റ് മീൻസ് ഇന്ത്യയുടെ എല്ലാ പരമോന്നതമായ നിയമങ്ങളും കൈകാര്യം ചെയ്യുന്നതും സുപ്രീം കോടതിയാണ്. പാർലമെന്റ് രൂപീകരിക്കുന്ന നിയമങ്ങൾക്ക് സംരക്ഷിക്കുക എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ അധികാരമാണ്. അത്തരത്തിൽ പാർലമെന്റിന്റെ നിയമപരമായ അധികാരങ്ങളെ വീണ്ടും റിവ്യൂ ചെയ്യാനുള്ള അധികാരവും നിക്ഷിപ്തമാണ്. ഇത്തരത്തിൽ വരുന്ന ഒരു പാർലമെന്റ് പാസാക്കുന്ന ഒരു നിയമത്തെ വീണ്ടും പുനഃപരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തിനെ പറയുന്ന പേരാണ് ജുഡീഷ്യൽ റിവ്യൂ. നീതിന്യായ പുനഃപരിശോധന. വീണ്ടും അതിൽ മാറ്റങ്ങൾ വരുത്തണോ, വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് തീരുമാനിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ജുഡീഷ്യൽ റിവ്യൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, സുപ്രീം കോർട്ട് ഈസ് നോൺ ആസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്. സുപ്രീം കോടതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഓരോ ഇന്ത്യൻ പൗരനും നൽകപ്പെടുന്ന അവകാശങ്ങളുടെ സംരക്ഷകനും കൂടിയാണ്. So they must be known as the protector of fundamental rights. The Supreme Court has a concurrent right with the High Courts to issue directions, orders and writs for the enforcement of fundamental rights. നമുക്ക് പ്രധാനമായും 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ,
ഇത്തരത്തിലുള്ള നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ്. ഓരോ ഇന്ത്യൻ പൗരനും ലഭ്യമാകുന്ന ഈ അവകാശങ്ങളെ സുപ്രീം കോടതി റിട്സുകളുടെ ഭാഗമായിട്ടാണ് സംരക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി പ്രധാനമായും മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി റിട്ടുകൾ പുറപ്പെടുവിക്കാറുണ്ട്. റിട്ട് മീൻസ് ഉത്തരവുകൾ. അങ്ങനെ ഇന്ത്യൻ സുപ്രീം കോടതി അല്ലെങ്കിൽ ഇന്ത്യൻ ഹൈക്കോർട്ടിനും മാത്രമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മേല് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. അതിൽ പ്രധാനമായും 5 തരത്തിലുള്ള റിട്ടുകളാണ് നിലനിൽക്കുന്നത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സർഷോററി ആൻഡ് കുവാറണ്ടോ. ഈ പറയുന്ന 5 പ്രധാനപ്പെട്ട അവകാശങ്ങളും എന്തിൽ നിക്ഷിപ്തമാണ്? സുപ്രീം കോടതിയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നു. These rights make the Supreme Court a protector and a guarantor of fundamental rights. The idea is that in case of violation of law and right, the court may issue direction for compliance with the Constitution. Thus, the citizens of India are secure as far as fundamental rights are concerned. Next one, review orders on judgment. If the Supreme Court discovers that there are some few facts or evidence, or if it is satisfied that some mistakes or error took place in its previous decision, it has the power to review the case and alter its previous decisions. ഏതെങ്കിലും കാരണവശാൽ സുപ്രീം കോടതി നൽകുന്ന ഒരു നിയമമുണ്ടെങ്കിൽ അതിനെ കൃത്യമായ രീതിയിൽ അതിന്റെ പ്രീവിയസ് ഡിസിഷൻസിന്റെ അടിസ്ഥാനത്തിൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വേണം അതിൽ തന്നെ റിവ്യൂ ചെയ്യാനുള്ള അധികാരമെല്ലാം സുപ്രീം കോടതിയിൽ നിക്ഷിപ്തമായിട്ട് നിലനിൽക്കുന്നതാണ്. This is generally done when a review petition is filed. Normally review is done by the bigger bench than the one that originally decided in the case. And next one, judicial review ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് എന്താണ് judicial review എന്ന് പറയുന്നത്. It is a process through which judiciary examines whether a law enacted by a legislature or the action of an executive is in accordance with the Constitution or not. The power of the judicial review was first acquired by Supreme Court of the United States. Now it is freely exercised by the Supreme Court of India and in many other countries. ഇന്ത്യയിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ള നിയമത്തെ വീണ്ടും പുനഃപരിശോധന ചെയ്യാനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തിന് നമ്മൾ പറയുന്ന പേരാണ് ജുഡീഷ്യൽ റിവ്യൂ. Judicial review does not mean that every law passed by the legislature is taken by the Supreme Court for review. ജുഡീഷ്യൽ റിവ്യൂ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലെജിസ്ലേച്ചർ കൊണ്ടുവരുന്ന എല്ലാ നിയമവും സുപ്രീം കോടതി റിവ്യൂ ചെയ്യണമെന്നല്ല. മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ക്രിറ്റിസിസംസ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ആ നിയമം ഇൻവാലിഡ് ആണ് എന്നുള്ള തരത്തിലുള്ള പെറ്റീഷൻസ് വരുമ്പോഴോ ചെയ്യുമ്പോൾ മാത്രമാണ് സുപ്രീം കോടതി ആ നിയമത്തെ ലെജിസ്ലേച്ചർ കൊണ്ടുവരുന്ന നിയമത്തെ വീണ്ടും റിവ്യൂ ചെയ്യാനായിട്ട് തയ്യാറാകുന്നത്. അങ്ങനെ സുപ്രീം കോടതി കൊണ്ടുവരുന്ന ആ ഒരു പ്രോബ്ലത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്യൂസിനെ വീണ്ടും റിവ്യൂ ചെയ്യാനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തിന് നമ്മൾ പറയുന്ന പേരാണ് ജുഡീഷ്യൽ റിവ്യൂ. നെക്സ്റ്റ് ടോപ്പിക് അനദർ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ലെങ്കിൽ PIL. പൊതു താൽപര്യ ഹർജി എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ സുപ്രീം കോടതിക്ക് ഇത്തരത്തിലുള്ള അധികാരങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന രീതിയിലുള്ള ഒരു നിയമം നമ്മുടെ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഭാഗമായിട്ട് എത്തിച്ചേർന്നത്. Earlier the judiciary including Supreme Court entertained legislation only from these parties that were affected directly or indirectly from it. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ സുപ്രീം കോടതിക്ക് ഒരു കേസുകൾ അല്ലെങ്കിൽ നേരിട്ട് ഇടപെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന പ്രോസസ് പ്രകാരം സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ കോടതികൾക്ക് കേസുകളിൽ നേരിട്ട് ഇടപെടാനുള്ള അധികാരങ്ങൾ ഉണ്ടാകുന്നു. ദാറ്റ് മീൻസ് മീഡിയാസിൽ നിന്നോ അല്ലെങ്കിൽ ഏറ്റവും എന്തെങ്കിലും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയോ അതല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന റിപ്പോർട്ടിന്റെയോ അടിസ്ഥാനത്തിലെല്ലാം കോടതികൾ നേരിട്ട് പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊതു താൽപര്യ ഹർജി എന്ന പേരിൽ അറിയപ്പെടുന്നത്.
നേരിട്ട് ഒരു വ്യക്തിക്ക് കേസുകൾ കൊടുക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനോ അതല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ കോടതികളിൽ കേസുകൾ സബ്മിറ്റ് ചെയ്യാനുള്ള കോടതിയുടെ അധികാരത്തെയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്ന കേസുകളെ കൈകാര്യം ചെയ്യാനുള്ള കോടതിയുടെ അധികാരത്തിന് നമ്മൾ പറയുന്ന പേരാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. PIL is very important because justice is all now easily available to the poor and the weaker sections of the society. The Supreme Court, on the basis of letters received from journalists, lawyers and social workers, and even on the basis of the newspaper reports, has taken up number of matters of public interest. PLL എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് സാധാരണക്കാരായ ആളുകൾക്കും വീക്കർ സെക്ഷൻസിൽ വരുന്ന സമൂഹത്തിലെ വ്യക്തികൾക്കൊക്കെ കേസുകൾ അവരുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന, കോടതിയുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുള്ള ഒരു മാർഗമായിട്ടാണ് PIL അറിയപ്പെടുന്നത്. ഒന്നെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, ജേർണലിസ്റ്റുകളിൽ നിന്നും സ്വീകരിക്കുന്ന ലെറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലാക്കാം, ലോയേഴ്സ് നൽകുന്നതിൽ നിന്നുമാകാം, സോഷ്യൽ വർക്കേഴ്സോ അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെയോ അടിസ്ഥാനത്തിൽ കേസുകൾ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേറ്റഡ് ആയിട്ടുള്ള കേസുകളെ കൈകാര്യം ചെയ്യാനുള്ള കോടതിയുടെ അധികാരത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, PIL എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ നമുക്ക് ധാരാളം ഉദാഹരണങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. The Supreme Court has also taken up steps to free bonded laborers, tribals, slum dwellers, women in the rescue homes, children's child labor, etc. must be taken on the basis of PIL. And the topic is related with the PIL and judicial review, judicial activism, etc. related topic ആണ്. PIL-ഉം ജുഡീഷ്യൽ ആക്ടിവിസം. ഫസ്റ്റ്ലി ജുഡീഷ്യൽ ആക്ടിവിസം ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷമാണ് നമുക്ക് എന്തിനെ കുറിച്ച് കാണാൻ സാധിക്കുന്നത്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് എത്തിച്ചേരുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ജുഡീഷ്യറി എന്ന് പറയുന്ന ഇന്ത്യൻ സുപ്രീം കോർട്ടിനെ കുറിച്ചാണ്. അതിൽ നമ്മൾ പഠിക്കുന്നതിൽ പ്രധാനമായും 4 ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമുക്ക് റിലേറ്റ് ചെയ്തു വരുന്നത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എങ്ങനെ കൺസിസ്റ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് സുപ്രീം കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ നിയമനം നടക്കുന്നത്, അവർക്ക് വേണ്ട പ്രത്യേകമായ യോഗ്യതകൾ എന്തെല്ലാമാണ്, സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ എന്തെല്ലാം, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി പ്രൊട്ടക്ടർ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു, പ്രൊട്ടക്ടർ ഓഫ് ദ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതോടൊപ്പം നമ്മൾ പഠിച്ചതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്നാൽ എന്ത്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പൊതു താല്പര്യ ഹർജി അല്ലെങ്കിൽ നീതിന്യായ പുനഃപരിശോധന എന്നാൽ എന്ത്. ഇതെല്ലാം സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങളായിട്ട് അറിയപ്പെടുന്നു. ഓക്കെ, താങ്ക് യു.